ചുറ്റുവട്ടക്കാഴ്ച. ഇന്ത്യൻ പോണ്ട് ഹെറോൺ, അതായത് ഇന്ത്യൻ കൊളക്കൊക്ക്, ശാസ്ത്രീയ നാമം ആർഡിയോല ഗ്രേയി, വളരെ പഴക്കമുള്ള ഒരു സ്പീഷീസാണ്. ഇന്ത്യൻ കുളക്കൊക്കിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുമല്ലോ. തെക്കൻ ഇറാൻ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ബർമ്മ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ഇവയെ കാണാൻ സൂവിലേക്കോ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കോ പോകേണ്ട, നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ധാരാളമുണ്ട്. ഈ വീഡിയോ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ വളരെ നല്ല ക്ലിയർ ആയുള്ള മനോഹരമായ ക്ലോസപ്പ് കാഴ്ചകളുണ്ട്. ചുറ്റുവട്ട കാഴ്ചകൾ എന്ന പേരിൽ ഇനി മുതൽ ലോങ് വീഡിയോസിന് പുറമെ ഇതുപോലെയുള്ള മനോഹരമായ ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൊക്കിൻ്റെ തലയുടെ ഭാഗത്ത് വരുന്ന പുല്ലിൻ്റെ അറ്റത്ത് ഒരു ചിലന്തിയെ കണ്ടോ? മഴയത്ത് മീൻ പിടിക്കാൻ വളരെ ശ്രദ്ധാലുവായി നിൽക്കുകയാണോ അതോ ക്യാമറയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുകയാണോ എന്ന് ഒരു സംശയം. സുവോളജിസ്റ്റായ ജോൺ എഡ്വേർഡ് ഗ്രേ ആണ് ഇവയെപ്പറ്റി ആദ്യമായി ശാസ്ത്രീയമായ പഠനം നടത്തിയത്. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ആർഡിയോല ഗ്രേയ് എന്ന് ഇവയ്ക്ക് പേരിട്ടത്. നീളം കുറഞ്ഞ കഴുത്താണ് ഇവയ്ക്ക്. മഴ നനഞ്ഞുള്ള നിൽപ്പ്. തലയ്ക്ക് പിന്നിൽ നീളമുള്ള ഒരു തൂവലുണ്ട് ഇവയ്ക്ക്. നീണ്ട ചുണ്ട് കണ്ടോ? അറ്റം കറുപ്പ് നിറം, ചുണ്ടുകൾ തമ്മിൽ ചേരുന്നിടം മഞ്ഞ നിറം, മൂക്കും അതിൻ്റെ മുകൾ ഭാഗവും നീല നിറം, മൂക്കിനും കണ്ണിനുമിടയിൽ പച്ച നിറം. പ്രകൃതി എന്ന അതുല്യ കലാകാരൻ. ശരീരം തവിട്ട് നിറം. മുതിർന്ന കൊക്കിന് മേറ്റിംഗ് സീസണിൽ കാലുകളുടെ നിറം ചുവപ്പായിരിക്കും. തീക്ഷ്ണമായ കണ്ണുകൾ. മേറ്റിംഗ് സീസൺ ആണെന്ന് തോന്നുന്നു. കാലുകൾ ചുവന്നിരിക്കുന്നു. ചതുപ്പ് നിലങ്ങളുള്ള തണ്ണീർത്തടങ്ങളാണ് ഇവയുടെ ആവാസ വ്യവസ്ഥ. ഇരയിട്ട് മീൻ പിടിക്കുന്ന സ്വഭാവം ഇവയ്ക്ക് ഉണ്ടെന്ന് പറയപ്പെടുന്നു. ബ്രെഡിൻ്റെ പൊടി കിട്ടിയാൽ അത് വെള്ളത്തിൽ കൊണ്ടിടും. അത് കഴിക്കാൻ വരുന്ന മീനിനെ പിടികൂടി ഭക്ഷിക്കും. ഇതാണ് രീതി. വളരെ ബുദ്ധിശാലിയാണ്. ചെറുമീനുകൾ, തവളകൾ, കീടങ്ങൾ എന്നിവയെ ഭക്ഷിക്കും. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന തടി, ഓല അതുപോലെയുള്ള വസ്തുക്കളിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ താമര പോലുള്ള പൊങ്ങിക്കിടക്കുന്ന ഇലകളിൽ നിന്നുകൊണ്ടോ ആണ് ഇവ മീൻ പിടിക്കുന്നത്. ആശാൻ പറന്നുപോയി. കൊക്കോസ് ന്യൂസിഫറ എന്ന ശാസ്ത്രീയ നാമമുള്ള തെങ്ങ്
ഇതിനെപ്പറ്റി മലയാളികൾക്ക് കൂടുതൽ പറഞ്ഞു തരേണ്ടതില്ല, അതുകൊണ്ട് കൂടുതൽ നീട്ടുന്നില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ചുറ്റുവട്ട കാഴ്ചകൾ എന്ന ഷോർട്ട് വീഡിയോസ് ഇനിയും വരും. അതുകൊണ്ട് എല്ലാ പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യഥാസമയം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാനായി ബെൽ ബട്ടൺ അമർത്തുക. കൂടാതെ ചാനൽ സന്ദർശിക്കുകയും വേണം.